എല്ലാവർക്കും കായാസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് കട്ട തൈര് ഉണ്ടാക്കിയെടുക്കാം എന്നത്. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തൈര് ഉണ്ടാക്കിയെടുക്കാം. നല്ല പുളിയുള്ള നല്ല കട്ട തൈര് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് തൈര് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി വേണം. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ തൈര് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതൊരു പാത്രം വെക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ആ വെള്ളത്തിൽ കിടന്നിട്ട് ആ പാല് നന്നായി വേവണം. ആ വെള്ളം മുഴുവനും വറ്റി കിട്ടണം. തീ കൂട്ടി വെച്ച് കൊടുക്കാം. നന്നായി ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം. തീ കൂട്ടി വെച്ചുകൊണ്ട് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാല് പെട്ടെന്ന് അങ്ങ് തിളച്ച് മറിഞ്ഞു പോകും. നമ്മൾ ഈ പാലിലേക്ക് നന്നായി തണിഞ്ഞിട്ടല്ല, ഒരു നല്ല ചൂടിൽ ചേർക്കരുത്, ചെറു ചൂടോടെ വേണം നമ്മൾ ഇതിലേക്ക് 1 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാൻ. ചെറു ചൂടോട് കൂടിയിരിക്കുന്ന പാലിൽ 1 സ്പൂണ് തൈര്, 1 സ്പൂണ് തൈര് മതി. 1 1/2 ആവാം. 1 സ്പൂൺ കൊണ്ട് തന്നെ നല്ല കട്ട തൈര് കിട്ടും. അപ്പം നമ്മളെ പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊന്തിപ്പോവും. സൈഡിലൊക്കെ ആയതൊക്കെ ഇതിലേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ തൈര് ചേർത്തിട്ട് ഉറയൊഴിച്ചിട്ട് ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അന്നാഴേക്കും നമ്മൾ തൈര് നന്നായി പുളിച്ചിട്ട് വരിക. ഇപ്പോൾ രാത്രി ആക്കി വെച്ചാൽ രാവിലത്തേക്ക് ആയിട്ടുണ്ടാവും. നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ നന്നായി പുളിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടത്ര പുളി ആയിട്ടില്ല എങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് നോക്കിയാൽ മതി. വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ പാല് നന്നായി വറ്റി തുടങ്ങിയിട്ടുണ്ട്. പാലിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പാലിങ്ങനെ വെള്ളമെല്ലാം വറ്റുമ്പോൾ ഒരു പാല് വെന്ത് ഒരു മണം വരും. പിന്നെ നമ്മൾ പാലൊന്ന് തിക്കാകാൻ തുടങ്ങുകയും ചെയ്യും. ഒരു 5-6-7 മിനിറ്റ് ആകുമ്പോഴേക്കും അത് പാല് നന്നായി വെള്ളമൊക്കെ വറ്റിയിട്ട് വരും. നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് തിക്കാകാൻ തുടങ്ങി. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തൈര് ചേർക്കുമ്പോൾ നമ്മുടെ പാലൊന്ന് തണിഞ്ഞതിന് ശേഷമാണ്, ഒരുപാട് തണിയേണ്ട, ഒരു ഇളം ചൂടിൽ, തിളച്ചപാട് തൈര് ഒഴിച്ച് കൊടുക്കരുത്. ഒരു ഇളം ചൂടായാൽ അതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് തണിയാൻ വെക്കാം.
ഇപ്പം നമ്മളെ പാല് ചൂടൊക്കെ ആറി ഒരു ഇളം ചൂടായിട്ടുണ്ട്. നമുക്കിങ്ങനെ തൊട്ട് നോക്കാൻ പറ്റുന്ന ചൂട്, ഒരു ഇളം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചൂടോടെ ചേർക്കരുത്, ഒരു ഇളം ചൂടിൽ. ഇത് നമുക്കിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പിന്നെ ഒരു അര സ്പൂൺ, ഒരു 1.5 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 8 മുതൽ ഒരു 10 മണിക്കൂർ വരെ ഇതൊന്ന് പുളിക്കാൻ വെക്കാം. ഇപ്പോൾ രാത്രി ആക്കുന്നയാൽ രാവിലത്തേക്ക് നമുക്കത് തുറന്ന് നോക്കാം. എന്നിട്ട് നോക്കിയിട്ട് പുളിച്ചിനോ അതൊന്ന് നമ്മളെ പുളിക്കനുസരിച്ച് ഒന്ന് തുറന്ന് നോക്കി ടേസ്റ്റ് നോക്കാം. പുളി കുറവാണെങ്കിൽ പിന്നെ 2-3 മണിക്കൂർ ഒന്നും കൂടി വെക്കാം. ഇപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. വെക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രാത്രി ആക്കി വെച്ചിട്ട് ഇപ്പോൾ രാവിലെ തുറന്ന് നോക്കുന്നതാണ്. അപ്പോൾ നമ്മളെ തൈര് നല്ല കട്ട തൈരായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളകാണ്ട് വരുന്നുണ്ട്. നല്ല കട്ട തൈര്. ഇപ്പോൾ എനിക്ക് 8 മണിക്കൂർ കൊണ്ട് നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആയാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല പുളി വേണം, കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ അധികം വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ചൂടുള്ള പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പുളിച്ച് കിട്ടും. നല്ല തണുത്ത ഏരിയയിലൊക്കെ കുറച്ച് സമയം എടുക്കും പുളിക്കാൻ. അപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് നല്ല കട്ടത്തൈര് ഉണ്ടാക്കാമെന്ന് കണ്ടല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.